ഹായ് ഫ്രണ്ട്സ്. ഈ ബ്ലാക്ക് ഫ്രൈഡേ അതുപോലെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്നൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായി കേൾക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഫെസ്റ്റീവ് സീസണിലാണ് ഇത്തരം വലിയ സെയിലുകളൊക്കെ നടക്കാറുള്ളത്. പക്ഷെ നമ്മൾ ബ്ലാക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു സങ്കടത്തിന്റെ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ സൂചനയായിട്ടാണ് പറയാറ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉത്സവത്തിന് ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേര് വരുന്നത്? എന്താണ് ബ്ലാക്ക് ഫ്രൈഡേ? എന്താണ് ഇതിന്റെ ചരിത്രം? നമുക്ക് നോക്കാം. വെൽക്കം ടു വാട്ടറിംഗ് ക്യൂരിയോസിറ്റി. ബ്ലാക്ക് ഫ്രൈഡേ പ്രധാനമായിട്ടും അമേരിക്കയിലാണ് അല്ലെങ്കിൽ USA പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. അത് പറയണമെങ്കിൽ നമുക്ക് അതിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു ഉത്സവത്തെ പറ്റി പറയേണ്ടതുണ്ട്. താങ്ക്സ് ഗിവിംഗ് ഡേ എന്നാണ് അതിന് പറയുന്നത്. ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷവും നവംബറിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത്. അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് 1621 അന്നത്തെ വടക്കേ അമേരിക്കയില് കുടിയേറ്റക്കാരായിട്ടുള്ള ഇംഗ്ലീഷുകാർ, അതേപോലെ തന്നെ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള വാമ്പനോഗ് എന്ന് പറയുന്ന ഒരു ഗോത്രം നടത്തിയ ഒരു വിളവെടുപ്പ് ഉത്സവത്തിൽ നിന്നാണ് ഇതിന്റെ ഒരു ചരിത്രം. ഇത് മസാച്യുസെറ്റ്സിലെ പ്ലിമത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ആഘോഷിച്ചതെന്നാണ് പറയുന്നത്. നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള പോലെ ഓണം, വിഷു ഒക്കെ പോലുള്ള ഒരു കാർഷിക ഉത്സവമാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്നുള്ളൊരു പേര് ഇതിന് വരാൻ കാരണം ആ ഒരു വർഷം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദി പറയുന്ന ദിവസം കൂടിയാണ്. അത് മതവിശ്വാസികളാണെങ്കിൽ ദൈവത്തോട് നന്ദി പറയുന്ന ഒരു ദിവസം എന്ന രീതിയിലാണ് വന്നത്. ഇത് ഒരു പബ്ലിക് ഹോളിഡേ ആണ് അമേരിക്കയിൽ. എബ്രഹാം ലിങ്കന്റെ കാലത്ത് 1963 ഇത് ഒരു ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. സാധാരണയായിട്ട് ഈ ദിവസങ്ങളിൽ ബന്ധുക്കളൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഗമം, അതുപോലെ ഫുട്ബോൾ കളി, പിന്നെ അതുപോലെ ചെറിയ പരേഡുകൾ ഒക്കെ ഈ ദിവസം നടത്താറുണ്ട്. അത് ന്യൂയോർക്കിലെ മാസി പരേഡൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു ചടങ്ങാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഒരുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഈ ദിവസമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ടർക്കി റോസ്റ്റ് ആണ്. ടർക്കി എന്ന് പറഞ്ഞാൽ ഒരു കോഴി ഇനമാണ് ടർക്കി. അതിന്റെ ഒരു റോസ്റ്റ് ആണ്. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മഷ്റൂം വെല്ലിംഗ്ടൺ, ടോഫു റോസ്റ്റ്, നട്ട്ലോഫ്, അങ്ങനെ കുറെ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ആഘോഷിക്കുന്ന ഒരു ഇതാണ് താങ്ക്സ് ഗിവിംഗ് ഡേ. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ വേറൊരു ചടങ്ങാണ് പ്രസിഡൻഷ്യൽ ടർക്കി പാഡൻ. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ടർക്കിഷ് കോഴികൾക്ക് ഒരു മാപ്പ് കൊടുക്കുന്ന ഒരു സംഭവം. ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വൈറ്റ് ഹൗസിലേക്ക് ആളുകൾ, അമേരിക്കയിലെ ജനങ്ങൾ ടർക്കി കോഴിയെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു നേരത്തെ. അവിടെ അത് അവരെ ഈ ഇതിന്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് നേരത്തെ ചെയ്തിരുന്നത്. പക്ഷേ ഒരിക്കലും എബ്രഹാം ലിങ്കന്റെ മകൻ ഇങ്ങനെ കിട്ടിയ കുറെ ടർക്കി കോഴികളെ അങ്ങനെ കൊല്ലാൻ സമ്മതിച്ചില്ല. പിന്നീട് ഫാമിൽ വളർത്തി അത് അവര് രാജകീയമായി ജീവിച്ചു എന്നാണ് കഥ. അതിനുശേഷം പിന്നീട് ഇങ്ങനെ കുറച്ച് കോഴികളെ, ടർക്കി കോഴികളെ കൊല്ലാതെ പിന്നീട് ഫാമിൽ വളർത്തുന്ന ഒരു പതിവ് വന്നു. അതിനെയാണ് ഈ പ്രസിഡൻഷ്യൽ പാഡൻ ഓഫ് ടർക്കി എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, അമേരിക്കൻ പ്രസിഡന്റ് ഒരു ടർക്കി കോഴിയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ തലോടുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേയിലേക്ക് വരാം. ഈ താങ്ക്സ് ഗിവിംഗ് ഡേയുടെ തൊട്ട് അടുത്ത ദിവസത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. അതായത് നവംബറിലെ അവസാനത്തെ വെള്ളിയാഴ്ച. ഇത് ഒരു സെയിൽസിന്റെ ഒരു തുടക്കമാണ്. ഭയങ്കര എന്താ പറയാ, ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഓഫറുകൾ, ഡീലുകളൊക്കെ വരുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഡോർ ബസ്റ്റർ എന്നാണ് പറയാ. അതായത് നേരത്തെ തന്നെ ഡീലൊക്കെ പ്രഖ്യാപിക്കും. അപ്പം പുലർച്ചെ മുതൽ ആളുകൾ എല്ലാ ഷോപ്പിന്റെ മുന്നിലും ക്യൂ നിന്നിട്ട് ഡോർ തുറക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ഓഫറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇടിച്ചു കയറുന്ന ഒരു സംഭവം, അതാണ് ഡോർ ബസ്റ്റർ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം. അതുപോലെ തന്നെ ഇത് ക്രിസ്മസിന്റെ ഒരു മാസം മുന്നെയാണ് ഒരു സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്മസ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഒരു തുടക്കം കൂടിയായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇതിന് ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പേര് വരാൻ രണ്ട് കാരണങ്ങളാണ് സാധാരണയായിട്ട് പറയുന്നത്. അത് ഈ താങ്ക്സ് ഗിവിംഗ് ഡേ ഒക്കെ പിറ്റേന്ന് ആളുകൾ ഈ സെയിൽസിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് നിരത്തിൽ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ട്രാഫിക് ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഫിലാഡൽഫിയയിലെ അന്നത്തെ പോലീസ് ഈ ദിവസത്തെ ഈ ട്രാഫിക് നിയന്ത്രണത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട്, കുരുക്കുകളൊക്കെ ആയിട്ട്, അത് ഫുട്ബോൾ മത്സരമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രാഫിക് ഭയങ്കര കുരുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോലീസാണ് ഇങ്ങനെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പേര് നൽകിയതെന്ന് പറയുന്നു. വേറെ രണ്ടാമത്തെ ഒരു വാദം എന്താണെന്ന് വെച്ചാല്, ഈ സെയിൽസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡേഴ്സ് അവരെ അക്കൗണ്ടിങ്ങില് സാധാരണയായിട്ട് നഷ്ടം സൂചിപ്പിക്കാൻ റെഡ് ഇങ്ക് കൊണ്ടും അതുപോലെ ലാഭം, പ്രോഫിറ്റ് സൂചിപ്പിക്കാൻ ബ്ലാക്ക് കൊണ്ടാണ് എഴുതിയിരുന്നത് പോലും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ ഭയങ്കര സെയിൽസ് നടക്കുന്നത് കൊണ്ട് തന്നെ അത് ബ്ലാക്ക് ആയിരിക്കുമല്ലോ.
അപ്പൊ അങ്ങനെയാണ് ബ്ലാക്ക് ഫ്രൈഡേ വന്നത് എന്നൊരു വാദവും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞ് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ ഷോപ്പിംഗ് തുടരും. പിന്നെ മൺഡേ ആണ്. ആ മൺഡേക്ക് സൈബർ മൺഡേ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഇതൊരു താരതമ്യേന പുതിയ ഒരു സംഭവമാണ്. 2005 മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ് സൈബർ മൺഡേ. അതെന്താ വെച്ചാൽ നേരത്തെ ബ്ലാക്ക് ഫ്രൈഡേയും ഞാൻ പറഞ്ഞു അതൊക്കെ ഓഫ്ലൈൻ നേരിട്ട് കടകളിലേക്ക് പോയിട്ടുള്ളതാണ്. പക്ഷേ ഈ സൈബർ മൺഡേ എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ടാണ്. 2005 മാത്രമേ തുടങ്ങിയ ഒരു സംഭവമാണത്. അന്ന് വലിയ ഓഫറുകളും ഡീലുകളൊക്കെ ഓൺലൈൻ ലോകത്ത് ഇ-കൊമേഴ്സിൽ നടക്കുന്ന ദിവസമാണ്. അതിനെ സൈബർ മൺഡേ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് USA ഉണ്ടായിരുന്ന ഒരു ആഘോഷം ഇന്ന് ലോകം മുഴുവൻ ബ്ലാക്ക് ഫ്രൈഡേ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്നതിന്റെ ഒരു കാര്യമാണത്. അപ്പൊ ഈ ബ്ലാക്ക് ഫ്രൈഡേ വന്നതും എന്താണ് അതെന്നും അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കൗതുക വിവരവുമായി കാണുന്നതുവരെ നമസ്കാരം.